അവിടുത്തെ ആത്മാവോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ വിചാരമാറാകട്ടെ. വർഷകാലവുമായിരുന്നു. യേശുമ്പരാൻ ദേവാലയത്തിൽ ശലോമോന്റെ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരുന്നു. യഹൂദന്മാർ തന്നെ ചുറ്റി നിന്നുകൊണ്ട് തന്നോട്, നീ എത്രത്തോളം ഞങ്ങളെ അപകൃതരാകും? നീ മെസ്സിയാകുന്നുവെങ്കിൽ ഞങ്ങളോട് തുറന്നു പറയുക എന്ന് പറഞ്ഞു. യേശുമ്പരാൻ ഉത്തരമായിട്ട് പ്രകാരം പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന എൻ്റെ പ്രവർത്തികൾ എന്നെപ്പറ്റി സാക്ഷ്യം വഹിക്കുന്നു. എന്നാലോ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്തെന്നാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന പ്രകാരം നിങ്ങൾ എൻ്റെ ആടുകളിൽ നിന്നുള്ളവരല്ല. എൻ്റെ ആടുകളിൽ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും ചെയ്യുന്നു. അവ എൻ്റെ പിന്നാലെ വരുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുകയും ചെയ്യുന്നു. അവയൊരു നാളും നശിക്കുകയില്ല. ഒരുവൻ എൻ്റെ കയ്യിൽ നിന്നും അവയെ അപഹരിക്കുകയുമില്ല. എന്നാൽ എനിക്ക് അവയെ നൽകിയ എൻ്റെ പിതാവ് സകലത്തിലും ശ്രേഷ്ഠനാകുന്നു. എൻ്റെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് അപഹരിപ്പാൻ ഒരുവനും കഴിയില്ല. ഞാനും എൻ്റെ പിതാവും ഞങ്ങളൊന്നാകുന്നു. യഹൂദന്മാർ തന്നെ എറിയുവാൻ വീണ്ടും കല്ലുകൾ എടുത്തു. അപ്പോൾ യേശുമ്പരാൻ അവരോട്, അനേകം നന്മ പ്രവൃത്തികൾ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ പക്കൽ നിന്നും ഞാൻ നിങ്ങളെ കാണിച്ചു. അവയിൽ ഏത് പ്രവൃത്തി നിമിത്തം നിങ്ങൾ എന്നെ കല്ലെറിയുന്നുവെന്ന് ചോദിച്ചു. യഹൂദന്മാർ തന്നോട്, സത്പ്രവൃത്തികൾ നിമിത്തമല്ല ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്, എന്നാലോ നീ ദൈവദൂഷണം പറയുന്നത് കൊണ്ടും നീ മനുഷ്യനായിരിക്കുമ്പോൾ നിന്നെ തന്നെ ദൈവികനാകുന്നത് കൊണ്ടുമാകുന്നുവെന്ന് പറഞ്ഞു. അപ്പോൾ യേശുമ്പരാൻ അവരോട് അരുളി ചെയ്തു, നിങ്ങൾ ദൈവങ്ങളാകുന്നുവെന്ന് നിങ്ങളുടെ പ്രമാണങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നില്ലയോ? ദൈവവചനം ആരുടെ പക്കൽ ഉള്ളത് നിമിത്തം അവനെ ദൈവമക്കളും ദൈവങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നുവെങ്കിൽ തനിവഴിത്തഴിഞ്ഞു പോകുവാൻ നിവർത്തിയില്ലല്ലോ. പിതാവ് ശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ചവനോട്, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതിനെപ്പറ്റി നീ ദൈവദൂഷണം പറയുന്നുവെന്ന് നിങ്ങൾ പറയുന്നു. എൻ്റെ പിതാവിൻ്റെ പ്രവർത്തികൾ ഞാൻ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട. എന്നാൽ ഞാൻ അവ പ്രവർത്തിക്കുന്നുവെങ്കിലോ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും എൻ്റെ പിതാവിനും ഞാൻ പിതാവിനും സ്തുതി ചെയ്യുന്നുവെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് വിശ്വസിക്കുവാൻ പ്രവൃത്തികളെ നിങ്ങൾ വിശ്വസിപ്പീൻ എന്ന് താൻ കൽപ്പിച്ച് അരുളി ചെയ്തു. ശൈനോ